വിക്രം വേദയുടെ വരാനിരിക്കുന്ന സ്റ്റോറിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കളക്ടർ വേദയ്ക്കും വേദയുടെ മോൾക്കും സെക്യൂരിറ്റി ആയിട്ടാണ് വിക്രം ആ വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്. അവിടെ പോലീസ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ടെങ്കിലും കുഞ്ഞിന്റെ കാര്യത്തില് കുറച്ചുകൂടെ ശ്രദ്ധ കാണിക്കുന്നത് വിക്രം തന്നെയാണെന്ന് കരുതിയിട്ട് വിജിയാണ് വിക്രമിനെ വരുത്തുന്നത്. അങ്ങനെ ആദ്യമൊന്നും വിക്രമിനെ കാണുന്നത് പോലും വേദയ്ക്ക് ഇഷ്ടാവുന്നില്ല. ചെയ്യാത്ത തെറ്റ് ഏറ്റെടുത്ത് ജയിലിൽ പോയ വിക്രമിന് ഒരിക്കലും വേദയും വേദയുടെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം ഓർക്കാൻ സമയമുണ്ടായിരുന്നില്ല എന്നൊക്കെ ഓർത്താണ് വേദയ്ക്ക് കൂടുതൽ ദേഷ്യം. ആ വാശിക്കാണ് വേദ പഠിച്ച് കളക്ടറാവുന്നതും കുഞ്ഞിനെ നന്നായിട്ട് നോക്കുന്നതും. അതിനിടയിലോട്ടാണ് വിക്രം കയറി വരുന്നത്. ആദ്യം വിക്രം കരുതുന്നത് ഇത് സ്വന്തം കുഞ്ഞാണെന്നായിരിക്കും. പിന്നീടാണ് വിക്രമിനോട് പലരും വേദ കല്യാണം കഴിച്ച് അതിലുണ്ടായ കുഞ്ഞാണിതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്. എന്നാ സത്യം അതൊന്നുമല്ല, വിക്രമിന്റെ കുഞ്ഞ് തന്നെയായിരിക്കും അത്. വേദ ഒരിക്കലും തന്റെ കുഞ്ഞിനെ വിക്രവുമായിട്ട് അടുപ്പിക്കില്ല എന്ന് തീരുമാനിച്ചതാ. അങ്ങനെ ഇരിക്കെയാണ് കുഞ്ഞും വിക്രവും തമ്മിൽ അടുക്കുന്നത്. അതിപ്പോ വീട് വരെ എത്തുവാണ്. കുഞ്ഞാണെങ്കില് വിക്രമില്ലാതെ ഉറങ്ങില്ല, ഉണ്ണില്ല എന്നൊക്കെയുള്ള അവസ്ഥയായിരിക്കും. വിക്രം ഫ്രഷ് ആവാനായിട്ട് ബാത്റൂമിലോട്ട് കയറുന്നുണ്ട്. അങ്ങനെ വിക്രം അലക്കാനുള്ള തുണികളൊക്കെ അലക്കുവാണ്. എന്നാ വിക്രം ബാത്റൂമിലുള്ള കാര്യം വേദിക്കറിയില്ല. വേദിയാണെങ്കില് ഉള്ളിലോട്ട് കയറി കണ്ണാടിയിലൊക്കെ നോക്കി കമ്മലും ഒക്കെ ഊരി കുളിക്കാനായിട്ട് റെഡിയാവുക. അപ്പോഴായിരിക്കും വിക്രം കാണുന്നത്. വിക്രം അമ്പരന്നിങ്ങനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് കാലെടുത്ത് വെക്കാൻ നേരത്ത് സോപ്പില് വഴുക്കി നേരെ വിക്രമിന്റെ മേലോട്ടങ്ങ് വീഴുന്നുണ്ട്. വിക്രം മാസായിട്ട് വേദി എങ്ങനെ ചേർത്ത് പിടിക്കുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം നോക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും വിജിയും മോളും വരുന്നത്. മോളാണെങ്കിൽ ഇത് കാണുമ്പോ അയ്യോ വേദ വിക്രമിനെ കെട്ടിപ്പിടിക്കുവാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ വിജി പറയുന്നുണ്ട്, വേദേ ഞാൻ നിന്നോട് പറയാനിരിക്കുമായിരുന്നു വിക്രം ബാത്റൂമിലുണ്ടെന്ന്. അയ്യോ വിക്രം വേദയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണല്ലോ എന്ന് വീണ്ടും കുഞ്ഞു പറയുന്നുണ്ട്. അങ്ങനെ വേദ അവിടുന്ന് ദേഷ്യപ്പെട്ടങ്ങ് പോകുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, അതേ സോപ്പിൽ ചവിട്ടി വീഴാൻ പോയപ്പോ ഞാൻ പിടിച്ചതാണെന്ന്. ആകെ ചമ്മി തല കുനിച്ചാണ് വിക്രം നിൽക്കുന്നത്. വിക്രം കരുതുന്നത് ഇത് അവിടെ ഒരു സഹോദരനെ പോലെ ഒരാളുണ്ടായിരിക്കും വേദയ്ക്ക്. എല്ലാറ്റിനും സഹായിക്കുന്നത് ഡോക്ടർ വരുൺ എന്ന് പറയുന്ന അയാളായിരിക്കും. അയാള് വേദയുടെ ഭർത്താവാണ്. അതിലുള്ള കുഞ്ഞാണ് ഈ കുഞ്ഞെന്നാണ് വിക്രം കരുതുന്നത്. വേദ എന്നാലും എൻ്റെ കുഞ്ഞിനെ കൊന്നില്ലേ എന്നൊക്കെ കരുതി വല്ലാത്ത ദേഷ്യത്തിലായിരിക്കും വേദയോട്. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് വിക്രം താഴോട്ട് വരുമ്പോൾ പഴയ ഓർമ്മയിൽ വേദയോട് പറയുന്നുണ്ട്, വേദേ എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ട് തരുമോ എന്ന്. ഇത് കേൾക്കുന്നതും ആ പഴയ ഓർമ്മയിൽ തന്നെയായിരിക്കും വേദയും. അതിനെന്താ ഞാൻ ഇപ്പം തന്നെ ഇട്ട് തരാം എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് പോവാ. ഇത് നോക്കി വരുണും വിജിയും നിൽക്കുന്നുണ്ട്. മോൾക്ക് ഭക്ഷണം വാരി കൊടുക്കുമായിരിക്കും വിജി. വേദയുടെ മുഖത്തോട്ട് തന്നെ ഇങ്ങനെ നോക്കുക. പെട്ടെന്നായിരിക്കും വേദയ്ക്ക് ബോധം വരുന്നത്. എന്നാലും വേദേ നിനക്ക് ഇത്ര പെട്ടെന്ന് മാറ്റം വന്നോ? വിക്രമിനോടെ ഇന്നലെ വരെ നീ ദേഷ്യത്തില സംസാരിച്ചത്, ഇപ്പൊ എന്താ നിനക്ക് മാറ്റം? അയ്യോ സാർ ഞാന് എന്തോ ഓർമ്മയില് അങ്ങ് പറഞ്ഞു പോയതാ. അങ്ങനെയല്ലല്ലോ, നിങ്ങളുടെ സംസാരം കേട്ടപ്പോഴേ മുൻപെപ്പോഴേ പരിചയമുള്ളവരുടെ സംസാരം പോലെയാ എനിക്ക് തോന്നിയത്. അങ്ങനെയല്ല, ഞാൻ എന്തോ ഒരു ഓർമ്മയില് ഉറങ്ങി എണീറ്റതല്ലേ, ആ ഒരു ഇതിൽ പറഞ്ഞതാ, വേറെ ഒന്നുമില്ല എന്നും പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട്. വേദയും ആരുടെയും ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ വേഗം അവിടെ നിന്ന് പോകുന്നു. പിന്നീടായിട്ട് കാണിക്കുന്നത് കുഞ്ഞിനെ സ്കൂളിലോട്ട് കൊണ്ടുപോകുന്ന വിക്രമിനെ ആയിരിക്കും. വേദ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ കുഞ്ഞിനെ സ്കൂളിലോട്ട് കൊണ്ടുപോകുന്നേ? അതൊന്നും വേണ്ട, ഇവിടെ വെച്ച് കുഞ്ഞിനെ നോക്കിയാൽ മതി. സ്കൂളിലോട്ട് കൊണ്ടുപോയിട്ടുള്ള നോട്ടൊന്നും വേണ്ട. ഞാൻ നല്ലപോലെ കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നോളാം. ആരും കുഞ്ഞിനൊന്നും ചെയ്യില്ല. അല്ല ചേച്ചി, ചേച്ചി എന്തിനാ മോൾക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നേ? അത് സ്കൂളിൽ നിന്ന് കൊടുക്കില്ലേ? എല്ലാ ദിവസവും അങ്ങനെയല്ലേ ചെയ്യാറ്? അത് വിക്രം പറഞ്ഞതാ മോൾക്ക് ഇവിടുന്ന് ഭക്ഷണം കൊടുത്ത് വിടാനായിട്ട്. ദേ താൻ ഇതുപോലത്തെ കാര്യത്തിലൊന്നും ഇടപെടണ്ട. എനിക്കറിയാം എൻ്റെ മോൾക്ക് എന്താ വേണ്ടത് വേണ്ടാത്തെന്ന്. കൂടുതലായിട്ടേ ഇടപെടാനൊന്നും നിൽക്കണ്ട. ഞാൻ പറഞ്ഞതേ സ്കൂളിൽ എല്ലാ കുഞ്ഞുങ്ങളും കഴിക്കുന്ന ഭക്ഷണ. കളക്ടർ മാഡത്തിന് ശത്രുക്കളുടെ എണ്ണം കൂടുതലല്ലേ, ഏത് നിമിഷവും അറ്റാക്ക് ഉണ്ടാവുമെന്ന് കളക്ടർ മാഡം തന്നെയാ പറഞ്ഞത്. ഇനി സ്കൂളിൽ ചെന്ന് അവിടുത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് അത്രയും കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുക്കില്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ടാ മോൾക്കുള്ള ഭക്ഷണം എല്ലാം ഇവിടുന്ന് കൊണ്ടുപോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത്. കളക്ടറായാ പോരാ, കുറച്ചൊക്കെ വിവരം വേണം എന്ന് വിക്രം പറയുന്നു. എടോ താൻ വല്ലാതെ എൻ്റെ തലയിൽ കയറി നരങ്ങാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് വേദ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് സ്കൂളിലോട്ട് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം വിക്രമായിരിക്കും. വിക്രം ഇല്ലാതെ മോൾക്കൊരു നിമിഷം പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയായിരിക്കും. ചില പ്രശ്നങ്ങൾ കൊണ്ട് വിക്രമിനെ വേദ അവിടുന്ന് പുറത്താക്കുന്നുണ്ട്. അങ്ങനെ വേദ വിക്രമിനോട് പറയുന്നുണ്ട്, ഇനി മേലാല് കുഞ്ഞിനെ കാണാനാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരാനോ സ്കൂളിലോട്ട് വരാനോ നിൽക്കരുത്. നിങ്ങളും കുഞ്ഞും തമ്മിൽ അടുക്കുന്നതേ എനിക്കിഷ്ടമല്ല.
നിങ്ങളെപ്പോലെ ഒരു റൗഡി എന്റെ കുഞ്ഞുമായിട്ട് സംസാരിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. ഞാൻ തന്നെ കാണാനല്ലല്ലോ വരുന്നത്, കുഞ്ഞിനെ കാണാനല്ലേ. അവൾക്കും എന്നെ കാണാതിരിക്കാൻ പറ്റില്ല. ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് കുറച്ചു നേരം സംസാരിക്കുന്നതില് ഇയാൾക്കെന്താ ഇത്ര പ്രശ്നം? കളക്ടറുടെ അഹങ്കാരേ എന്റെ അടുത്ത് വേണ്ട എന്ന് വിക്രം പറയുന്നു. ഇനി നീയല്ല ആര് പറഞ്ഞാലും ഞാൻ കുഞ്ഞിനെ കണ്ടിരിക്കൂ എന്ന് വേദിയുടെ അടുത്ത് പറഞ്ഞ് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് കുഞ്ഞിനെ കാണാൻ ക്രിസ്മസ് ദിവസം ക്രിസ്മസ് വേഷത്തിലായിരിക്കും വീട്ടിലോട്ട് കയറി ചെല്ലുന്നത്. എന്നാ കൂട്ടുകാരന്മാരൊക്കെ പറയുന്നുണ്ട്, എടാ ഇങ്ങനെയൊക്കെ ചെയ്യണോ? അവൾക്കത് ഇഷ്ടമല്ലെങ്കിൽ നീ ഇങ്ങനെ പോയി കുഞ്ഞിനെ കാണേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ലടാ. എനിക്ക് ആ കുഞ്ഞിനെ കാണണമെന്നും ആ കുഞ്ഞിൻ്റെ കൂടെ സംസാരിക്കണമെന്നും വലിയ ആഗ്രഹ. അതിനായിട്ടേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തെന്ന് വരും. അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷത്തിൽ ഉള്ളിലോട്ട് കയറി ചെല്ലുന്നുണ്ട്. മോൾക്ക് കാണുമ്പോഴേ വിക്രമാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ എടുത്തു വന്ന് ചോദിക്കുന്നുണ്ട്, ഇതേ വിക്രം അല്ലേ? അതെ, മിണ്ടരുത് കേട്ടോ, അമ്മ അറിഞ്ഞാലേ പ്രശ്നമാവും. ഇല്ല വിക്രം, ഞാൻ ആരോടും പറയുന്നില്ല. അങ്ങനെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷത്തിൽ എല്ലാവരെയും വിഷ് ചെയ്യുന്നുണ്ട്. സാന്റ ഗിഫ്റ്റൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? പിന്നെ ഗിഫ്റ്റ് കൊണ്ടുവരാതെ മോൾക്കേ സാന്റയുടെ വക ഒരു അടിപൊളി ഗിഫ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് ഗിഫ്റ്റ് എടുത്തു കൊടുക്കാം. സാന്റേ അതുമാത്രമല്ല കേട്ടോ, മോള് പഠിക്കാനൊക്കെ കുറച്ച് ബാക്കിലാ. ഒന്ന് പ്രയർ ചെയ്യണേ മോള് നല്ല പോലെ പഠിക്കാനായിട്ട് എന്ന് വേദ പറയുന്നുണ്ട്. അതിനെന്താ, മോൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാലോ എന്നും പറഞ്ഞ് മുട്ടം കുത്തിയിരുന്ന് മുസ്ലിംസ് പ്രാർത്ഥിക്കുന്ന പോലെയായിരിക്കും പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കുക. അല്ല, ഇതെന്താ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ? അയ്യോ, അത് മാറിപ്പോയതാ. നമുക്കെന്ത് ദൈവം, എല്ലാവരും ഒന്നല്ലേ, അപ്പം മാറിയതാ. ഈ മോളെ ഇനി തെറ്റിക്കല്ലേ, ഞാൻ ചെയ്യുന്ന പോലെ തന്നെ മോളും ചെയ്യണം. അങ്ങനെ കൈയും പിടിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് മുട്ടുകുത്തിയിരുന്ന്. അതിനുശേഷം പതിയെ അവിടെ നിന്ന് പോവാണ്. മോളെ കണ്ടു എന്നുള്ള സന്തോഷത്തില് വിക്രം അവിടെ നിന്ന് പോകുന്നു. പിന്നീടായിട്ട് ഓരോ തരത്തിലും മോളെ കാണാനായിട്ട് ഓരോ വേഷത്തിലായിരിക്കും ചെല്ലുന്നത്. ഇനി ചെല്ലുന്നത് മിക്കി മൗസിന്റെ വേഷത്തിലായിരിക്കും. വേഷമൊക്കെ കെട്ടി ഒരു ചായയും കുടിച്ച് നിൽക്കുന്ന സമയത്താ കൺമണി അങ്ങോട്ട് വരുന്നത്. കൺമണി എന്ന് പറയുന്നത് വിക്രമിന്റെ വക്കീലായിരിക്കും. വിക്രമായിട്ട് കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള പെൺകുട്ടിയാ. രാധയെ പോലെ വിക്രമിന്റെ പുറകെ നടക്കുന്ന ഒരു പെൺകുട്ടി. ഇത് കാണുന്നതും ആ കൺമണിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. വീണ്ടും കുഞ്ഞിനെ കാണാനായിട്ട് ഓരോരോ നാടകമായിട്ട് അവൻ പോവാണെന്നൊക്കെ പറഞ്ഞ് കൺമണി നിൽക്കുന്നുണ്ട്. അങ്ങനെ സ്കൂളിനുള്ളിൽ ചെന്ന് കുട്ടിയെ കളിപ്പിക്കുവാണ് വിക്രം. ഈ സമയത്ത് കൺമണി ഇത് കണ്ട് ദേഷ്യത്തോടു കൂടി പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ച് കാര്യം പറയുന്നുണ്ട്. കളക്ടറുടെ മോൾക്ക് വലിയ സെക്യൂരിറ്റി ആണെന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇവിടെ ഒരാൾ വേഷം കെട്ടി വന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനാണെന്ന് തോന്നുന്നു. കുട്ടിയുടെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയാ. കളക്ടർ മാഡത്തിന്റെ കുഞ്ഞല്ലേ, അപ്പൊ പിന്നെ അപ്പൊ തന്നെ പോലീസുകാർ അങ്ങോട്ട് എത്തുമല്ലോ. പോലീസ് അങ്ങോട്ടെത്തി വിക്രമിനെ തല്ലി ചതയ്ക്കുന്നുണ്ട്. വിജിയും മോളും പറയുന്നുണ്ട്, അയ്യോ ഒന്നും ചെയ്യല്ലേ, അയാള് തട്ടിക്കൊണ്ടുപോകാൻ വന്നതൊന്നും അല്ല, നിങ്ങൾ എന്തിനാ തല്ലുന്നേ? മാഡം, ഇയാള് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവരാനായിട്ട് വന്നതാ. എന്തായാലും വെറുതെ വിടാൻ പറ്റില്ല, എനിക്കറിയുന്ന ആളാ, അതുകൊണ്ട് ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് വിക്രമിനെ വിടുക. ആകെ തല്ലി ചതച്ച് കാണും കേട്ടോ. നാളത്തെ എപ്പിസോഡിൽ ബാക്കി റിവ്യൂ ആയിട്ട് വരാം.